നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരുവിധം നാടകം കളിച്ച് വിശാലിനെ കൊണ്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെപ്പിക്കുന്ന നിലയിൽ എത്തിച്ചു. പക്ഷെ പാർവതി അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, തീർച്ചയായും അവൾ ഇതിന് സമ്മതിക്കില്ല. അവളെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കാൻ എന്താ ഒരു മാർഗം? വിശാലിന്റെ ആവശ്യമായി ഇത് പാർവതിയെ അറിയിക്കണം. അങ്ങനെ അവനെ കൊണ്ട് അവളെ സമ്മതിപ്പിച്ചെടുക്കണം. അമ്മേ, അമ്മേ, രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ നമ്മുടെ വക്കീലിനോട് സംസാരിച്ചു. എന്നിട്ട് 2 ദിവസം രജിസ്ട്രാർ ഓഫീസ് അവധിയാ. അത് കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യാന്നാ വക്കീല് പറഞ്ഞത്. അല്ല മോനെ, ഇപ്പോഴും ഞാൻ പറയുക, ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. അതിന്റെ പേരില് തിടുക്കപ്പെട്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെക്കണമെന്നൊന്നും ഇല്ല. ഇതിനി വച്ച് താമസിപ്പിക്കണ്ട. സ്വത്തുക്കളെല്ലാം ഉടനെ തന്നെ അമ്മയുടെ പേരിലേക്ക് മാറ്റണം. അത് അമ്മയുടെ പേരിലിരിക്കുന്ന തന്നെയാണ് നല്ലത്. മോനെ, എന്നാലും അമ്മ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എടാ മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വക്കീലിനോട് സംസാരിച്ചത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞില്ലേ. ശരി, ഗോപിയേട്ടന് എതിർപ്പുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ പാർവതിയോട് സംസാരിക്കണ്ടേ? എടാ, തീർച്ചയായിട്ടും പാർവതിയോട് നീ ഇതിനെ കുറിച്ച് സംസാരിക്കണം. പാർവതി ഇതിന് സമ്മതിക്കും അമ്മേ. അവളെന്തിനാ ഇതിനെ എതിർക്കുന്നത്? വിശാൽ, അങ്ങനെ ഒരു മുൻവിധിയോടെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നമുക്ക് പോണ്ട. പാർവതി സമ്മതിക്കുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം പ്രൊസീഡ് ചെയ്തിട്ട് ഒടുവിൽ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അവൾക്ക് ഈ സ്വത്ത് കൈമാറ്റത്തിന് സമ്മതമില്ല എന്ന് പറഞ്ഞ അവിടെ വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അവളങ്ങനെ എതിർപ്പുണ്ടാവില്ലായിരിക്കാം. എങ്കിലും അവൾക്കിതിന് പൂർണ്ണ സമ്മതം ഉണ്ടോ എന്ന് 1 അല്ല 10 തവണയെങ്കിലും ചോദിച്ച് സമ്മതം വാങ്ങണം. അമ്മേ, ഞാനിത് അവളോട് സംസാരിച്ചതാ. സംസാരിച്ചോ? അത് ശരി. എന്നിട്ട്? അവള് മറുപടിയൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അവളുടെ ആ മൗനം നമുക്ക് സമ്മതമായി കരുതാം. ഒരുപക്ഷെ ആ മൗനം അവളുടെ എതിർപ്പാണെങ്കിലോ? അങ്ങനെ അവൾ എതിർക്കോ? എന്തായാലും മോൻ അവളോട് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. പാർവതി അവളുടെ നാവുകൊണ്ട് ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞ അമ്മയുടെ ഈ ടെൻഷൻ മാറുമല്ലോ. പാർവതിയെ കൊണ്ട് തന്നെ അമ്മയുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളൊക്കെ എഴുതരാൻ സമ്മതമാണെന്ന് ഞാൻ പറയിപ്പിക്കാം. അതുപോലെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.